ആഘോഷങ്ങളിലും നവോത്ഥാനം ഉണ്ടാകണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ കൺവീനർ ഡോക്ടർ സുൽഫി പറയും. ആചാരങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകണം. വെടിക്കെട്ട് അപകടങ്ങൾ മരണങ്ങൾക്ക് മാത്രമല്ല കാരണമാകുന്നത്, നിരവധി ആളുകളുടെ കേൾവിശക്തി ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഉത്സവത്തിന് 100 ചെവി എന്നതാണ് കണക്ക് എന്നും ഡോക്ടർ സുൽഫി അമൃത ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ആഘോഷങ്ങളൊക്കെ അത് മനുഷ്യരുടെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാകണം എന്നുള്ളതാണ് പൊതുവിൽ പറയാറ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി പലപ്പോഴെങ്കിലും നമ്മുടെ ആഘോഷങ്ങൾ ഇത്തരത്തിൽ ഒരു സങ്കട കാഴ്ചകളാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിലുണ്ടായിട്ടുള്ള ആ വലിയ ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ IMA വലിയ മികച്ച ഒരു തീരുമാനം തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം പങ്കുവയ്ക്കുകയുണ്ടായി. IMAയുടെ ഇപ്പോൾ ദേശീയ കൺവീനർ ഡോക്ടർ സുൽഫി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആഘോഷങ്ങൾ ശരിക്കും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സന്തോഷത്തിന് വേണ്ടിയാകണം, പക്ഷെ അതല്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാണാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ IMAയുടെ ഈ ഒരു നിലപാട് വരാനുള്ള കാരണം? ഈ ആഘോഷങ്ങൾ എപ്പോഴും നമ്മുടെ എന്താ പറയുക, എല്ലാ മതങ്ങളിലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ ആഘോഷങ്ങൾക്കെല്ലാം പ്രാകൃതമായി പോകരുത്. അതൊരു നവോത്ഥാനം ഉണ്ടാവേണ്ട ഒരു വിഷയമാണ്. അത് അറിയാലോ, നമ്മളിപ്പോൾ ഒരു വെടിക്കെട്ടിൻ്റെ മാത്രം ഒരു വിഷയമല്ല. ഒരു പക്ഷേ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പിഞ്ഞാണത്തിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ തുപ്പിക്കൊടുക്കുക, അങ്ങനെയുള്ള ആചാരങ്ങളുള്ള മതവിഭാഗങ്ങളുണ്ട്. സതി ആചാരത്തെ പണ്ട് നമ്മൾ അന്ന് ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മളത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞില്ല. പിന്നീട് അതിൽ തെറ്റാണെന്ന് കണ്ട് നമ്മൾ മാറ്റി. ആചാരങ്ങളിൽ വ്യത്യാസം ഉണ്ടാവണം, ഒരു സംശയമില്ല. നമ്മുടെ പ്രാകൃതമായ ആചാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് നമുക്ക് സന്തോഷം, അബ്സല്യൂട്ട്ലി അതാണ് കറക്റ്റ്. സന്തോഷം നൽകുന്ന ഉത്സവമായിരിക്കണം. അത് ദുരന്തമായി മാറാത്ത തരത്തിലുള്ള ആഘോഷങ്ങളാവണം. അത് നവീകരിക്കപ്പെടണമെന്നുള്ളതിന് ഒരു സംശയമില്ല. നമുക്ക് കലാപരിപാടികൾ ചെയ്യാം, സാംസ്കാരിക പരിപാടികൾ ചെയ്യാം, പ്രകാശമാകാം, പക്ഷെ ശബ്ദവും പടക്കവും പൊട്ടിത്തെറിയും ഉണ്ടാകാത്ത തരത്തിലായിരിക്കണം. ലേസർ ഷോകളാകാം. അതിന് സമൂലമായ മാറ്റം ഉണ്ടാകണം. നമ്മുടെ വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെയും എത്ര കൃത്യമാണ് ഇത്തരം അവർക്ക് ഇതിനെക്കാട്ടിയും കൂടുതൽ അവരിത്തരം കാര്യങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അവരുടെ മതാചാരങ്ങളായിരിക്കില്ല, മറ്റാഘോഷങ്ങൾ അവർ ഇതിനെക്കാട്ടിയും ഗംഭീരമാക്കാറുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് ഒരു സംശയമില്ല, എല്ലാ മതവിഭാഗങ്ങളുടേതും. പ്രത്യേകിച്ച് ഇത് ഒരു കൂടുതൽ റിസ്ക് ഉള്ളതാണ്. നമ്മുടെ എത്ര മരണങ്ങളായി, എത്ര തരം ആൾക്കാർ, മരണങ്ങൾ മാത്രമല്ല, ആ മരണങ്ങൾ മൂലം ഉണ്ടാകുന്ന നമ്മുടെ സമൂഹത്തിൽ മൊത്തം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, അത് അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്നത് വൻ സാമ്പത്തിക തകർച്ച, ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വിലമതിക്കാൻ പറ്റാത്ത നഷ്ടം, ഇതെല്ലാം കൂട്ടിച്ചേർന്ന് വായിക്കുമ്പോൾ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു നിബന്ധനകളും നിഷ്കർഷയും ഉണ്ടാവണം എന്നുള്ളതൊരു സംശയമില്ല. നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ വികസിത രാജ്യങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള ഈ കരിമരുന്ന് കലാപ്രകടനം എന്ന് നമ്മളിവിടെ പറയുന്ന രീതിയിൽ തന്നെ ശബ്ദം കൊണ്ട്, വർണ്ണം കൊണ്ട് അവർ വലിയ രീതിയിൽ ആ സംഭവം ന്യൂ ഇയറിൻ്റെ സമയങ്ങളിലൊക്കെയാണ് പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള സംഭവങ്ങളെ കാണാറുള്ളത്. ആ നിലയ്ക്ക് ഇവിടേക്ക് അത് നമ്മൾക്ക് ഇനി എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് നമ്മൾ കാത്തിരിക്കണം എന്ന് തന്നെയാണ്. ഇത് വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒരു സംശയമില്ല. കാരണം ഞാനിപ്പോൾ നിങ്ങൾ എന്നേക്കോട് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമയത്തുകൂടെയാണ് കടന്നു വരുന്നത്. ഞാൻ ഏതാണ്ട് ഒരു കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് എല്ലാ ദിവസവും ആ സ്ഥലത്തൂടെ സഞ്ചരിക്കും. എല്ലാ ആഘോഷങ്ങളിലും, എല്ലാ കൊല്ലമുള്ള ആഘോഷങ്ങൾ ഞാൻ അവിടെ ചിരപരിചിതനാണ്. ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ മൈക്കുകൾ കൊണ്ടുള്ള വലിയ ശബ്ദ കോലാഹലമായിരുന്നു. ഇപ്പോൾ പ്രകാശം മാത്രമേ ഉള്ളൂ. പ്രകാശവും അമ്പലത്തിൻ്റെ വളരെ വളരെ നമുക്കതിലൊരു സന്തോഷം തോന്നും. അത്തരം ഒരു ആചാരം നമുക്ക് അത് മാറാൻ കഴിഞ്ഞുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ ആ സമയത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ശക്തമായി ഇടപെടുകയും ഗവൺമെൻറ് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തതിന് പ്രകാരം ശബ്ദ കോലാഹലം ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, ശബ്ദത്തിന് മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഒരു വലിയ അപകടം ഉണ്ടായപ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ വെടിക്കെട്ടിന് മറ്റൊരു അപകടവും കൂടെയുള്ളൂ. ഒരു ENT സർജൻ എന്നുള്ള രീതിയിൽ ഒരു വെടിക്കെട്ട് കഴിയുമ്പോൾ 100 ചെവി എന്നാണ് ഞങ്ങളുടെ ഡോക്ടർമാർ, ENT ഡോക്ടർമാർ പറയുന്നത്. അത്രയും കേൾവികൾ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഓരോ ഡോക്ടർമാരുടെ അടുത്ത് ഇപ്പം ഒരു അമ്പലത്തിലെ അല്ല, കുറേ ഉത്സവങ്ങളോ അല്ലെങ്കിൽ മറ്റ് വെടിക്കെട്ടുകൾ അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളുണ്ടെന്ന വെടിക്കെട്ടുകൾ കഴിയുമ്പോൾ കേൾവി നഷ്ടപ്പെട്ടു പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇത് മരണം സംഭവിച്ചതിലപ്പുറം അതൊരു ഹിഡൻ ആണ്, അറിയുന്നില്ല, രോഗിക്കൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അനിമൽസിന് ബുദ്ധിമുട്ടുണ്ടാകും, നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റിയിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകാത്ത, മനുഷ്യരാശിക്ക് അപകടം ഉണ്ടാക്കാത്ത തരത്തിലുള്ള ആഘോഷങ്ങളുണ്ടാവണം.
നമ്മളിതിൻ്റെ ഒരു ഭീകരത ആദ്യമായിട്ട് കാണുന്നത് ശരിക്കും ആ പുറ്റിങ്ങൽ അപകടത്തിൻ്റെ സമയത്താണ്. അന്ന് നമ്മളെല്ലാവരും വിറങ്ങലിച്ച് ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷേ എങ്കിൽ അതിനുശേഷവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഈ കരിമരുന്ന് ഉള്ള അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നും ഇപ്പം ഡോക്ടർ പറഞ്ഞ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത്, അന്നും നമ്മൾ ആരും വിചാരിച്ചിട്ട് ഇങ്ങനെ ചെവിക്ക് ഇത്രമാത്രം വലിയ പ്രശ്നമില്ല. മരിച്ചു പോയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിൻ്റെ രക്തസാക്ഷികളായിട്ട് പിന്നെയും ജീവിക്കുന്നതിന് സാധിക്കും. ഇന്ന് രാവിലെയും ഞാനൊരു ഒരു പ്രോഗ്രാം കണ്ട. ഒരു വീട്ടിലേക്ക് ഓടിക്കയറുന്ന കുറച്ച് ആൾക്കാർ ഇത് കഴിഞ്ഞിട്ട്, അപ്പോൾ അവർക്ക് കേൾക്കുന്നില്ല, ദേഹം മുഴുവൻ കത്തുന്നു അല്ലെങ്കിൽ പൊള്ളിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് അവരുടെ കേൾവി ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി. ഒരു പെർട്ടിക്കുലർ ലെവലിന് മേളിലേക്ക് ശബ്ദം എത്തുകയാണെങ്കിൽ സഡൻ ലോസ് ആണ്, പിന്നെ അതൊരിക്കലും അവരുടെ കേൾവി തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഇത് ഹിഡൻ ആയിട്ടിരിക്കുകയാണ്. ഈ വെടിക്കെട്ട് അപകടമുണ്ടാക്കാത്ത വെടിക്കെട്ടിൽ പോലും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ തീ കത്തി പൊട്ടിത്തെറിക്കുമുണ്ടാകുന്ന ബുദ്ധിമുട്ടിനും അപ്പുറം ഇത്തരം ഒരു കേൾവി കുറവ് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് ഹിഡൻ ആണെങ്കിൽ പോലും. പക്ഷെ അതിനേക്കാൾ ഉപരി ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തിപ്പോരുന്നുള്ളതാണ്. പുറ്റിങ്ങൽ ദുരന്തം നടന്ന ആ ദിവസം ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അത് നടന്നു കഴിയുമ്പോൾ വീണ്ടും ശക്തമായ നിയമം ഉണ്ടാവുമെന്നും നമുക്ക് റിഫോംസ് വരുമെന്നൊക്കെ നമ്മളന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. പക്ഷേ ഇനിയും വൈകിട്ടില്ല. ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാത്ത രീതിയിലുള്ള കടുത്ത നിലപാടുകൾ എടുക്കണം. മാറ്റം വരണമെന്നുള്ളൊരു സംശയമില്ല. എല്ലാ മതാചാരങ്ങളിലും അതുപോലെ ഒന്നാണ് ഇത്. കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പണ്ട് പറഞ്ഞു വെച്ച അതിന് ഇപ്പോഴും അബ്സല്യൂട്ട്ലി. നമ്മൾ ദീപാവലിക്ക് ഇപ്പോൾ വലിയ ശബ്ദകോലാഹലമില്ലാതെ ആചരിക്കുന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ദീപങ്ങളിലേക്ക് മാറിയെങ്കിൽ, സാംസ്കാരിക പരിപാടികളിലേക്കും കലാപരിപാടികളിലും ലേസർ ഷോയിലേക്ക് മാറിയെങ്കിൽ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാവണം. എല്ലാ മതങ്ങൾക്കും മതാചാരങ്ങൾക്കൊക്കെ ഒരു നവോത്ഥാനം ഉണ്ടാവണം. തീർച്ചയായും ഇത്തരത്തിൽ മരണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചില ജീവിക്കുന്ന രക്തസാക്ഷികളെ കൂടി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവസാനിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവമേറെ വർദ്ധിപ്പിക്കുക. എന്തായാലും ഈ ഒരു വിഷയത്തിൽ IMA ഇത്തരത്തിൽ ശക്തമായിട്ടുള്ളൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ അനുകൂലമായിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.